2024 നവംബർ 2 തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചു വന്ന അവസാനത്തെ വൈദ്യുത നിലയം ഈയിടെ അടച്ചുപൂട്ടിയ രാജ്യം? ഉത്തരം ബ്രിട്ടൻ. 1967 പ്രവർത്തനം തുടങ്ങിയ നോട്ടിംഗ്ഹാംഷെയറിലെ റാഡ്ക്ലിഫ് ഓൺസോർ വൈദ്യുത നിലയമാണ് ഹരിതോർജിതത്തിലേക്കുള്ള ബ്രിട്ടന്റെ പ്രയാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം അവസാനിപ്പിച്ചത്. വ്യാവസായിക വിപ്ലവത്തിന് നാന്ദി കുറിച്ച ബ്രിട്ടനിൽ 142 വർഷം നീണ്ടുനിന്ന കൽക്കരി യുഗത്തിനാണ് ഇതോടെ തിരശീല വീണത്. 1882 തോമസ് ആൽവ എഡിസൺ ലണ്ടനിൽ ആരംഭിച്ച എഡിസൺ ഇലക്ട്രിക് ലൈറ്റ് സ്റ്റേഷനാണ് ലോകത്തിലെ ആദ്യത്തെ കൽക്കരി വൈദ്യുത നിലയം. ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിസ്ബുള്ള? ഉത്തരം ലെബനൻ. ഇറാന്റെ പിന്തുണയുള്ള ഷിയ മുസ്ലിം രാഷ്ട്രീയ സംഘടനയും സായുധ സംഘവുമാണ് ഹിസ്ബുള്ള. 2024 സെപ്റ്റംബറിൽ ഹിസ്ബുള്ള തലവൻ ഹാസൻ നസ്രള്ളയെ ഇസ്രയേൽ കൊലപ്പെടുത്തി. ഈ സൈനിക നടപടിക്ക് ഇസ്രയേൽ നൽകിയ പേരാണ് ന്യൂ ഓർഡർ. ആലപ്പുഴ പുന്നമട കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്? ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴഞ്ഞത്. കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ രണ്ടാമതെത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് തുടർച്ചയായ 5ാമത്തെ വിജയവും കാരിച്ചാൽ ചുണ്ടന് 16ാമത്തെ നെഹ്റു ട്രോഫിയുമാണ് ലഭിച്ചത്. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ ശേഷിയുള്ള അരി വികസിപ്പിച്ച രാജ്യം? ഉത്തരം ഫിലിപ്പീൻസ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന മാംസ്യം അടങ്ങിയ അരി ഫിലിപ്പീൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രമാണ് വികസിപ്പിച്ചത്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ്? ഉത്തരം MV ശ്രേയാംസ് കുമാർ. അടുത്തിടെ 109ാം വയസ്സിൽ അന്തരിച്ച പപ്പാമാൾ ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ വനിതയാണ്? ഉത്തരം ജൈവ കർഷക. പത്മശ്രീ പുരസ്കാര ജേതാവാണ്. രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡ്, കണ്ണൂർ. 42 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ 18 കോടിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത്. ISROയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ബാറ്ററിയുടെ പ്രവർത്തനം നിലച്ച മോട്ടോർബൈക്ക് മുതൽ